السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. വളരെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ചോടൽ സ്വീകരിക്കട്ടെ. അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമുക്ക് ഒരുമിച്ചോടുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും പരിപൂർണമായി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഗുരുനാഥന്മാരോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം അള്ളാഹു നമ്മയെല്ലാം ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ലോകത്ത് മുഴുവനും വിശിഷ്യ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സമാധാനവും സന്തോഷവും സദാ വർഷിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് യാത്ര എന്നുള്ളത്. യാത്ര ചെയ്യാത്ത മനുഷ്യരില്ല. മനുഷ്യോൽപത്തി മുതൽ ഇന്ന് വരെയും മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാത്ര. നമ്മൾ പലതിനു വേണ്ടി യാത്ര ചെയ്യാറുണ്ട്. പഠനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്യുന്ന കച്ചവടക്കാർ, തൊഴിലിന് വേണ്ടി യാത്ര ചെയ്യുന്ന പ്രവാസികൾ, അതുപോലെ തന്നെ വർത്തമാനകാലത്ത് വല്ലാതെ അധികരിച്ചിട്ടുള്ള ടൂർ പാക്കേജുകൾ, വിനോദയാത്രകൾ. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് യാത്ര എന്നുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു യാത്രയുണ്ട്. ഒരുപാട് സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ ഒരു യാത്രയുണ്ട്. ജീവിതത്തിൽ അവൻ ഒരുപാട് നന്മകൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു യാത്ര, അവന്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞൊരു യാത്ര, അത് പരിശുദ്ധമായ ഹജ്ജിന്റെ യാത്രയാണ്. അതിനേക്കാൾ പുണ്യമുള്ളൊരു യാത്ര ഒരു വിശ്വാസിക്കില്ല. ഹജ്ജിനേക്കാൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന ഒരു യാത്ര ഒരു സത്യവിശ്വാസിക്കില്ല. അതൊരു ആത്മീയമായ യാത്രയാണ്, ആത്മീയമായ ലോകത്തേക്കുള്ളൊരു യാത്രയാണ്. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം, ഈ ആഴ്ച മുതൽ, വരുന്ന ആഴ്ച മുതൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ പരിശുദ്ധമായ മക്കയിലേക്ക് ഒഴുകുന്ന ദിവസങ്ങളാണ്. നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ ഒട്ടനവധി ആളുകൾ പരിശുദ്ധമായ ഹജ്ജിന് പോകുന്നുണ്ട്. അള്ളാഹു അവരുടെ ഹജ്ജുകളൊക്കെ മഖ്ബൂലും മബ്റൂറുമാക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാനും അതുപോലെ അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുവാനും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് നമുക്കും അതിനുള്ളൊരു അവസരം കിട്ടുവാനുള്ള ഒരു കാരണമാണ്. അതൊക്കെയും ഒരു സത്യവിശ്വാസികളുടെ കൂട്ടായ്മയുടെ, ഒരുമയുടെ ഒക്കെ ഭാഗമാണ്. നാട്ടിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോയാൽ നാട്ടുകാർ അറിയണം, നാട്ടുകാർ അതിനുവേണ്ടി കൂടണം, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം, അവർ നാട്ടുകാരോട് യാത്ര പറയണം. അതൊക്കെ ഹജ്ജിന്റെ അമലുമായി ബന്ധപ്പെട്ട പുണ്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്ന ഒരു യാത്ര, അത് ഒരുപാട് സംഗതികളിലേക്കുള്ള ഒരു അത്ഭുതമായ യാത്രയാണ്. വെറും മക്കയിലേക്കുള്ള ഒരു യാത്രയല്ല. സാധാരണ ഒരു സ്ഥലം നമ്മൾ കാണാൻ ചെന്നാൽ ആ സ്ഥലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ, അവിടുത്തെ മനോഹാരിത നേരിട്ട് കണ്ട് നമുക്കൊന്ന് ആനന്ദിക്കാനുള്ള ഒരു അവസരമാണ്.
എന്നാൽ ഹജ്ജിന്റെ യാത്ര, പരിശുദ്ധമായ മക്കയിലേക്കുള്ള യാത്ര, അത് വെറും ഒരു യാത്രയല്ല. അത് ഒന്നാമതായിട്ട് ആലമുൽ അർവാഹിലേക്കുള്ള യാത്രയാണ്. ഹജ്ജിന്റെ യാത്ര ആലമുൽ അർവാഹിലേക്കുള്ള യാത്രയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിമാരും അവർ ചൊല്ലുന്ന ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ മന്ത്രധ്വനി, അത് അവൻ ചൊല്ലുന്നത് രണ്ടാമത്തെ തൽബിയത്താണ്. അഥവാ അവൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് അവൻ ഒരു തൽബിയത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് ആലമുൽ അർവാഹിൽ വെച്ചുള്ള ചൊല്ലലാണ്. അഥവാ ഈ ഭൂമിയിൽ വെച്ച് ആർക്കാണോ പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ അവസരം കിട്ടുന്നത്, അവൻ ഇതിനു മുമ്പ് ആത്മാക്കളുടെ ലോകത്ത് വെച്ച് ഒരു പ്രാവശ്യം അവൻ തൽബിയത്ത് ചൊല്ലിയവനാ, അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയവനാ. കാരണം എന്ത്? 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബ ശരീഫ് നിർമ്മിച്ചിട്ട് അല്ലാഹു തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ടല്ലോ, ഇബ്രാഹിം നബിയെ, അങ്ങ് ഹജ്ജിന് വേണ്ടി ഈ പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് വരുന്നതിന് വേണ്ടി ലോകരോട്, മാനവരോട് പറയുക എന്ന്. അങ്ങനെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പോൾ നമ്മളൊക്കെയും, അഥവാ ഈ ഭൂമിയിൽ ആരൊക്കെ വന്നിട്ട് ഹജ്ജിന് പോകുന്നുവോ അവരൊന്നും അന്ന് ഭൂമിയിൽ ഇല്ലായിരുന്നു, അന്ന് ഇവിടെ ജീവിച്ചിരിപ്പില്ലായിരുന്നു. പക്ഷേ അവരൊക്കെയും ആലമുൽ അർവാഹിലായിരുന്നു, അവരുടെ വാപ്പമാരുടെ മുതുകിലായിരുന്നു, ഉമ്മമാരുടെ ഉദരത്തിലായിരുന്നു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്ക് ആരാണോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്ത് ചൊല്ലിയത്, അവർക്ക് ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞിട്ട് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് അതിനുള്ള അവസരം കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആലമുൽ അർവാഹിൽ വെച്ച് ആര് ഒരു പ്രാവശ്യം തൽബിയത്ത് ചൊല്ലിയിട്ടുണ്ടോ, വിളിക്കുത്തരം നൽകിയോ, അവന് ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യാം. ഫമൻ ലബ്ബൈഹു മറത്തൈൻ, ആരാണോ ഫമൻ അജാബഹു മറത്തൈൻ, ആരാണോ 2 പ്രാവശ്യം ഉത്തരം നൽകിയത്, അവന്റെ ജീവിതത്തിൽ 2 ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. 2-ലധികം എത്ര പ്രാവശ്യം ആലമുൽ അർവാഹിൽ വെച്ച് ഉത്തരം നൽകിയോ അവന് ഭൂമിയിൽ വന്നിട്ട് അത്രയും പ്രാവശ്യം തന്നെ ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ആലമുൽ അർവാഹിലേക്കുള്ള ഒരു യാത്രയാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ യാത്ര. രണ്ടാമതായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കുള്ള യാത്രയാണ്. ഈ ഉമ്മത്തും ഇബ്രാഹിം നബിയും തമ്മിലുള്ള ബന്ധം അവർണ്ണനീയമായ ബന്ധമാണ്, അഭേദ്യമായ ബന്ധമാണ്. കാരണം ഈ ഉമ്മത്തിന്റെ പല സുന്നത്തുകളും നടപ്പിലാക്കി തന്നത്, കാണിച്ചു തന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. അതിൽപ്പെട്ടതൊന്നാണ് ഹജ്ജ്. കാരണം അല്ലാഹു തആലയുടെ അനുവാദ പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് നമ്മളെ ഹജ്ജിന് വേണ്ടി ക്ഷണിച്ചത്. നമ്മളെ ക്ഷണിച്ചത്, നമ്മളുടെ ക്ഷണിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാ. അദ്ദേഹത്തിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത്, ഫമൻ അത്തൽ കഅബത ഫകഅന്നമാ അതാ ഇബ്രാഹിം. ആരാണോ കഅബ ശരീഫിന്റെ അടുക്കൽ എത്തുന്നത്, അവൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ എത്തുന്നത് പോലെയാണ്. ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം? മില്ലത്തു അബീക്കും ഇബ്രാഹിം, നമ്മളുടെ ആത്മീയ പിതാവാണ് ഇബ്രാഹിം, നമ്മളുടെ പ്രിയപ്പെട്ട ഉപ്പയാണെന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ആ ഇബ്രാഹിം നബിയെ കാണാൻ, ഇബ്രാഹിം നബിയുടെ ചാരത്ത്, അവിടുത്തെ സവിധത്തിൽ എത്തുന്നവനാണ് ഹജ്ജ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്കുള്ള യാത്രയാണ് പരിശുദ്ധമായ ഹജ്ജിന്റെ യാത്ര. എന്ന് മാത്രമല്ല, മുഴുവൻ പ്രവാചകന്മാരെയും കാണാനുള്ള യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. അത് മറ്റൊരു യാത്രയിലൂടെ നമുക്ക് ലഭിക്കില്ല. ദുനിയാവിൽ എത്ര ലക്ഷം മുടക്കി ഏത് യാത്ര ചെയ്താലും അതവന് ഭൗതികമായ ലോകത്തെ ആനന്ദകരമായ കാഴ്ചകൾ അവന് കണ്ടേക്കാം, അവന് വലിയ വൈബുണ്ടായേക്കാം, അവനതിലൂടെ ഒരുപാട് സുഖവും സന്തോഷവും ഉണ്ടാകാം. പക്ഷേ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിലേക്കുള്ള യാത്ര അത് ഹജ്ജിന്റെ യാത്രയാണ്. മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര പരിശുദ്ധമായ മക്കയിലേക്ക് വരുന്ന സമയത്ത് അതാ അലാ വാദിൽ അസ്റഖ്, അസ്റഖ് എന്ന് പറയുന്ന ഒരു മലയോരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി, ഒരു താഴ്വരയിലെത്തി. അപ്പോൾ കൂട്ടത്തിലുള്ള സഹയാത്രികരായ സഹാബത്തിനോട് മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നുണ്ട്, സഹാബ അയ്യു വാദിൻ ഹാദാ, ഇത് ഏത് താഴ്വാരമാണ്? വാദിൽ അസ്റഖ് നബിയെ, ഇത് അസ്റഖ് എന്ന് പറയുന്ന
താഴ്വാരമാണ്. കഅന്നി അൻദുറു ഇലാ മൂസ, ഞാൻ എന്റെ സഹോദരനായ എനിക്ക് മുമ്പേ ലോകത്ത് കടന്നു വന്ന കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ ഞാൻ ഇപ്പോൾ കാണുന്നത് പോലെയുണ്ട്. വലഹു ജുആറു ഇലാ റബ്ബി അസ്സ വജല്ല ബിൽ തൽബിയ, ഈ അസ്റത്ത് താഴ്വാരയിൽ വെച്ച് ഹജ്ജിന് വേണ്ടി വന്നിട്ട് അല്ലാഹുവിന്റെ തൽബിയത്ത് ഉറക്കെ ചൊല്ലുന്ന മൂസയെ ഞാൻ ഈ താഴ്വാരത്ത് കാണുന്നുണ്ട് സഹാബ. അവിടുന്ന് വീണ്ടും മുന്നോട്ട് നീങ്ങി ഫമറ അലാ സനിയ, ഒരു കുന്നിന്റെ മുകളിൽ കയറി സഹാബാക്കളോടൊപ്പം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, അയ്യ സനിയത്തിൻ ഹാദാ, ഇത് ഏത് കുന്നാണ് സഹാബാക്കളെ? സനിയത്തു കദാ വ കദാ, നബിയെ ഇത് ഇന്ന കുന്നാണ് നബിയെ. ഫകഅന്നി അൻദുറു ഇലാ യൂനുസ് ബിൻ മത്ത അലാ നഖദത്തിൻ ബഅദത്തിൻ ഹംറാ, ഈ കുന്നിന്റെ മുകളിൽ എന്റെ സഹോദരനായ എനിക്ക് മുമ്പേ ലോകത്ത് കടന്നു വന്ന പ്രവാചകനായ യൂനുസ് അലൈഹിസ്സലാം ഒരു ചുവന്ന ഒട്ടകത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തൽബിയത്ത് ചൊല്ലുന്നത് ഞാൻ കാണുന്നുണ്ട് സഹാബ. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു, ഓരോ പ്രവാചകന്മാരും പരിശുദ്ധമായ കഅബയിൽ എത്തിയപ്പോൾ, ഹജ്ജ് ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ എവിടേക്കാണ് വന്ന് തൽബിയത്ത് ചൊല്ലിയത്, അവർ എവിടേക്കാണ് താമസിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്ത് അറിയിച്ചു കൊടുത്തതാ. അങ്ങനെ പരിശുദ്ധമായ മക്കയും പരിസരങ്ങളും മുഴുവനും എല്ലാ പ്രവാചകന്മാരുടെയും പാദസ്പർശമേറ്റ മണ്ണാൻ, അനുഗ്രഹീതമായ മണ്ണാൻ, അവരുടെ ആത്മീയ സാന്നിധ്യമുള്ള മണ്ണാൻ. അപ്പോൾ ഓരോ ഹാജിമാരും ഹജ്ജിന് പോകുന്നത് ഈ പ്രവാചകന്മാരിലേക്കാണ്, അവരുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലേക്കാണ്, അവരുടെ പാദമൂന്നിയ ആ തറയിൽ ചവിട്ടുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഹജ്ജിന്റെ യാത്ര പ്രവാചകന്മാരിലേക്കുള്ള യാത്രയാണ്. മാത്രമല്ല ഹജ്ജിന്റെ യാത്ര മലക്കുകളിലേക്കുള്ള യാത്രയാണ്. എന്തുകൊണ്ട് മലക്കുകളിലേക്കുള്ള യാത്ര? ഓരോ ഹജ്ജിമാരും പരിശുദ്ധമായ മക്കയെ ലക്ഷ്യം വെച്ച് മക്കയുടെ ബോർഡറിൽ എത്തുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്നത്, അവരെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഫൈദാ അത്തൗ അലാ മക്ക, ഹാജിമാർ മക്കയിൽ വന്നാൽ ലഹിഖതുഹുൽ മലായിക, അവരെ മലക്കുകൾ കണ്ടുമുട്ടുന്നതാണ്, മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുന്നതാണ്. ഫമൻ അതാ അലാ ഇബ്ലിൻ, ആരൊക്കെ ഒട്ടകപ്പുറത്ത് ഹജ്ജിന് വേണ്ടി വരുന്നുണ്ടോ, ആ കാലഘട്ടത്തെ അങ്ങനെ പറഞ്ഞ ഒട്ടകത്തെ പറഞ്ഞതാ, ഏത് വാഹനത്തിൽ വരുന്നുണ്ടോ അവരെ എല്ലാ മലക്കുകൾ വാരിപ്പുണർന്ന് സ്വീകരിക്കും. ആരൊക്കെ നടന്നുകൊണ്ട് വരുന്നുണ്ടോ അവരെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് മലക്കുകൾ അവരെ സ്വീകരിക്കുന്നതാണ്. ഭൂമിയിൽ ഏത് യാത്ര ചെയ്താലാണ് മലക്കുകളുടെ ആശീർവാദം കിട്ടുക, മലക്കുകളുടെ സ്വാഗതം കിട്ടുക, മലക്കുകൾ നമ്മുടെ മുസാഫഹത്ത് ചെയ്യുക? മലക്കുകളുടെ മുസാഫഹത്തിനുള്ള ഭാഗ്യം ലഭിക്കാൻ പരിശുദ്ധമായ മക്കയിലേക്ക് തന്നെ പോകണം, ഹജ്ജിന് വേണ്ടി തന്നെ പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഹജ്ജിന്റെ യാത്ര പ്രിയപ്പെട്ടവരെ, അത് ചെറിയൊരു യാത്രയല്ല, സാധാരണ ഒരു യാത്രയല്ല, മലക്കുകളിലേക്കുള്ള യാത്ര. പരിശുദ്ധമായ മക്കയും പരിസരങ്ങളും ഹജ്ജിന്റെ വേളയിൽ എന്നല്ല എപ്പോഴും മലക്കുകളാൽ നിബിഡമാണ്, മലക്കുകളുടെ സാന്നിധ്യമുള്ള പരിശുദ്ധ മണ്ണാണ്. എന്ന് മാത്രമല്ല മഹാനായ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതിയിരിക്കുന്നത് കാണാം, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അല്ലാഹു തആല പരിശുദ്ധമായ കഅബയോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഓരോ വർഷവും 6 ലക്ഷം പേരെ കൊണ്ട് നിന്നെ ചുറ്റിക്കും ഞാൻ, അഥവാ ഹജ്ജ് ചെയ്യാൻ വരും. ഏതെങ്കിലും വർഷം 6 ലക്ഷത്തിൽ കുറവ് വന്നാൽ ഫകമ്മലഹും ബിൽ മലായിക, അവിടെ കുറവിനെ പരിഹരിക്കുന്നത് പൂർത്തിയാക്കുന്നത് മലക്കുകളെ കൊണ്ടാണ്. അല്ലാഹുവിന്റെ എണ്ണമല്ലാത്ത മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു തആല ഹജ്ജ് ചെയ്യിപ്പിക്കുന്നതാ. അപ്പോ മലക്കുകളെ കാണാനുള്ള ഒരു യാത്ര ഹജ്ജിന്റെ യാത്ര. മാത്രമല്ല പ്രിയപ്പെട്ട ഒരു മാതാവിനെ കാണാനുള്ള യാത്രയാണ് ഹജ്ജിന്റെ യാത്ര. എന്തുകൊണ്ട്? നമ്മുടെയൊക്കെ മാതാവിന്റെ സ്ഥാനത്താണ്, ഉമ്മയുടെ സ്ഥാനത്താണ് പരിശുദ്ധമായ മക്ക. ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹാ, ഖുർആൻ പരിചയപ്പെടുത്തി മക്കയെ അത് ഉമ്മുൽ ഖുറയാൻ, ഗ്രാമങ്ങളുടെ മാതാവാണ്. ഒരുപാട് കാരണങ്ങൾ മുഫസ്സിരീങ്ങൾ അതിന് പറയുന്നുണ്ട്. ലോകത്തിന്റെ ഹൃദയഭാഗമാണ് പരിശുദ്ധമായ മക്ക. ഭൂമിയിൽ ആദ്യമായി അല്ലാഹു തആല സൃഷ്ടിച്ചത് കഅബയിരിക്കുന്ന ഭാഗമാണ് പരിശുദ്ധമായ മക്ക. എല്ലാവരുടെയും മനസ്സ് ഒരു ഉമ്മയിലേക്ക് അടുക്കുന്നത് പോലെ, ഒരു മാതാവിന്റെ വാത്സല്യം കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്ന മണ്ണാണ് മക്ക. ഏതൊരു ലോകത്തെത്തിയാലും തിരിച്ചു തന്റെ മാതാവിന്റെ ചാരത്തെത്താൻ ഒരാൾ ആഗ്രഹിക്കുന്നത് പോലെ ഏതൊരു സത്യവിശ്വാസി ലോകത്തിന്റെ ഏത് കോണിലായാലും പരിശുദ്ധമായ മക്കയാകുന്ന മാതാവിന്റെ മാറിടത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിന്റെ എന്തുകൊണ്ടങ്ങനെ ഓരോ സത്യവിശ്വാസിയും മക്കയെ ആഗ്രഹിക്കുന്നു, കഅബയെ പുൽകാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചാൽ അത്
5000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഓരോ വിശ്വാസിന്റെ ഹൃദയത്തെ ഈ പരിശുദ്ധ മണ്ണിലേക്ക് നീ അടുപ്പിക്കണേ, ആകർഷിപ്പിക്കണേ അല്ലാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ദുആ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അല്ലാഹുവേ, എന്റെ കുടുംബത്തെ, എന്റെ പ്രിയപ്പെട്ട ഹാജരെ, എന്റെ പൊന്നുമോൻ കാത്തുകാത്തിരുന്ന കൺമണിയാകുന്ന ഇസ്മായിലിനെ ഇതാ നിന്റെ ഭവനത്തിന്റെ അടുക്കൽ ഒരു ഇലയില്ലാത്ത, ഒരു പച്ചിലയില്ലാത്ത ഈ മണ്ണിൽ കൊണ്ടാക്കിയിട്ട് പോവുകയാണ്. റബ്ബനാ ലിയുഖീമുസ്സലാ. അല്ലാഹുവേ, ഞാൻ ഇവിടെ വിട്ടിട്ട് പോകുന്നതിന്റെ എനിക്ക് ലക്ഷ്യമുണ്ട്, അവർ നിസ്കരിക്കുവാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന, ആരാധിക്കുന്ന നല്ലൊരു കുടുംബമായി വളരാൻ. അതുകൊണ്ട് ഫജഅൽ അഫ്ഇദതൻ മിനന്നാസി തഹ്ബി ഇലൈഹിം, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ഹൃദയങ്ങളെയും ഈ പരിശുദ്ധമായ മണ്ണിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് നീ ആകർഷിപ്പിക്കണേ അല്ലാഹ്. വർസുഖുഹും മിനസ് സമറാത്ത്, മാത്രമല്ല എല്ലാ ഫലങ്ങളും എല്ലാ ഭക്ഷണങ്ങളും ഈ മണ്ണിൽ നീ എത്തിച്ച് എന്റെ കുടുംബത്തിന് കൊടുക്കണേ അല്ലാഹ്. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരാകാൻ വേണ്ടി. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ഈ മണ്ണിലേക്ക് ഓരോ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ തുടിക്കുന്നത്, അവിടെ എത്താൻ ആഗ്രഹിക്കുന്നത്. ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അണുമണി തൂക്കമെങ്കിലും ഈമാനുള്ളവന് പരിശുദ്ധമായ കഅബയെ കാണാൻ കൊതിക്കാതിരിക്കാൻ കഴിയില്ല, ആ കഅബയെ ആഗ്രഹിക്കാതിരിക്കാൻ കഴിയില്ല. ഒന്നൊന്ന് ചെന്ന് കണ്ടാൽ, ഒരു ഉംറയ്ക്ക് പോയാൽ വീണ്ടും ആ മണ്ണിലേക്ക് എത്താൻ അവൻ 100 വട്ടം കൊതിച്ചു പോകും. അങ്ങനെയുള്ള മണ്ണ് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളിൽപ്പെട്ട എത്രയോ ആളുകൾക്ക് അല്ലാഹ് സമ്പത്ത് തരാത്തത് കൊണ്ടല്ല, ആരോഗ്യം തരാത്തത് കൊണ്ടല്ല, വഴി സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല. ലോകത്ത് ലക്ഷങ്ങൾ മുടക്കി എത്രയോ യാത്രകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ മണ്ണിലേക്ക് എത്താൻ കഴിയുന്നില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അല്ലാഹു തആല സമ്പത്ത് കൊടുത്തിട്ട് അങ്ങനെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്തുകൊണ്ട്? അവൻ ജൂതനായോ നസ്രാനിയായോ മരിച്ചുകൊള്ളട്ടെ. ഖുർആൻ പറഞ്ഞത് അല്ലാഹു തആല പിന്നെ ഫഇന്നല്ലാഹ വലിയുൽ കാഫിരീൻ, അല്ലാഹു വിശ്വാസികളിൽ നിന്ന് നിരാശ ഐശ്വര്യവാനാണ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ കാകത്തുക ചുരുക്കി ഞാൻ പറഞ്ഞാൽ, അങ്ങനെ ആഗ്രഹിക്കാത്തവന് ഈമാനില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹജ്ജ് ചെയ്യാൻ കൊതിക്കാത്തവൻ, ഹജ്ജ് ചെയ്യാൻ പരിശ്രമിക്കാത്തവൻ, ഹജ്ജ് ചെയ്യാൻ തോന്നാത്തവൻ, അവന്റെ വേഷത്തിലോ അവന്റെ പ്രവർത്തനത്തിലോ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം. പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവന് ഈമാൻ ഉണ്ടാവില്ല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവില്ല. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കെല്ലാം ജീവിതത്തിൽ അല്ലാഹു അതിനുള്ള അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി വർഷം പോകുന്ന എല്ലാ ഹാജിമാരുടെ ഹജ്ജും ഉംറയും അമലുകളൊക്കെ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ.